വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് എൻ്റെ ഉള്ളത് നത്തിങ് 3A Pro. അപ്പോൾ ഗൈസ്, നമുക്ക് ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു, കാരണം നമുക്കിത് സിമ്മും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ. അപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. നൈസ് കവറിങ് ഒക്കെയാണ് കേട്ടോ. വെൽക്കം ടു നത്തിങ്. കുറച്ച് കാര്യങ്ങൾ നത്തിങ്ങിനെ പറ്റിയുള്ള കുറച്ച് കവർ ചെയ്ത് കുറച്ച് കാര്യങ്ങളും. അങ്ങനെ ഇതാണ് നമ്മുടെ ഫോൺ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ എല്ലാ ബോക്സിനകത്തെ പോലെ ഒരു കേബിൾ മാത്രമുണ്ട്, പിന്നെ ഒരു ഇജക്ഷൻ ടൂളും ഉണ്ട്, പിന്നെ മാനുവൽ ഗൈഡും അതൊക്കെ തന്നെ എല്ലാ ഫോണിലും ഉള്ള പോലെ. ഇതാണ് നമ്മുടെ ഫോൺ നത്തിങ് 3A Pro. ഇതിനെ പറ്റി ഇത് എസൻഷ്യൽ കീ ഒക്കെ ഉണ്ട് കേട്ടോ. എസൻഷ്യൽ കീ ഇത് ജസ്റ്റ് സ്ക്രീൻഷോട്ടും നമ്മൾ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട്. ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഫോണ് ശരിക്കും 256 GB ഇന്റേണലും 12 GB റാമും ആണ്. കാരണം ആ യൂണിക് ഐക്കണ് ഈ ഫോണെ ഒരു യൂണിക് കേട്ടോ. സംഭവം ഞാൻ കുറച്ച് ഹവേഴ്സ് യൂസ് ചെയ്തതിൽ ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇതോ ഒന്നും തോന്നിയിട്ടില്ല. ടച്ച് സ്മൂത്തിങ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഡിസ്പ്ലേ വരുന്നത് പറഞ്ഞാൽ ഫുൾ HD ആണ്, ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്, LTPS ആണ് വരുന്നത്. OS ആൻഡ് പ്രൊസസർ ഫീച്ചർ വരുന്നത് ആൻഡ്രോയിഡ് 15 സ്നാപ്ഡ്രാഗൺ 7 ജനറേഷൻ 3 ആണ് വരുന്നത്. സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, നല്ല പെർഫോമൻസ് വരും, അത്യാവശ്യം നല്ല പെർഫോമൻസ് വരും. ഒക്ടാകോർ പ്രൊസസറുമാണ് വരുന്നത്. പിന്നെ മെമ്മറി വരുന്നത് 12 GB റാമും 256 GB ഇന്റേണലും പിന്നെ 128 GB അവൈലബിൾ ആണ്. എൻ്റെ ഇരിക്കുന്ന ഫോൺ 256 ആണ്. 128 GB വരുമ്പോഴത്തേനും പ്രൈസ് റേഞ്ചിലും വ്യത്യാസം വരും. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 29 സംതിങ് കൊണ്ടേ വരത്തുള്ളൂ തോന്നുന്നു. പിന്നെ പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറയുന്നത് 33,999 രൂപയാണ് ഇന്ത്യൻ മണി. UK മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ വില 449 പൗണ്ടും. ക്യാമറ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറയാണ്. 50 MB പെരിസ്കോപ്പിക്കും 8 MB അൾട്രാ വൈഡും വരുന്നുണ്ട്. പിന്നെ 50 MB ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്, അൾട്രാ HDR. പിന്നെ 4Kയിലും വീഡിയോ എടുക്കാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും. 3 ഇയർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റ് 6 ഇയേഴ്സും വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഇത് വരുന്നതെന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ. ഇത്രയ്ക്ക് വരുന്നത് 5000 mAh ആണ്, ലിഥിയം ബാറ്ററി ആണ് വരുന്നത്. പിന്നെ ഞാനിത് അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ ഇന്നലെ മേടിച്ചതേ ഉള്ളൂ. ഇന്നലെ മേടിച്ച് ജസ്റ്റ് കുറച്ച് നേരം ഉപയോഗിച്ചു. ആ ഒരു ഉപയോഗിച്ചത് വെച്ചിട്ട് എനിക്ക് വലിയ ലാഗോ മറ്റു കാര്യങ്ങളോ തോന്നിട്ടില്ല. ഇനി കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ നത്തിങ് 2 ഉപയോഗിക്കുന്ന ആളാണ്. നത്തിങ് 2-ൽ ഞാൻ ഏകദേശം കോൾ ഓഫ് ഡ്യൂട്ടി, ക്ലാഷ് ഓഫ് ക്ലാൻ, പിന്നെ വേറെ 2 ഗെയിം കൂടെ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്ന ടൈമിൽ പോലും എനിക്കൊരു ലാഗോ മറ്റു കാര്യങ്ങളോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അല്ലാതെ ലൈറ്റ് റൂം യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്കൊരു ലാഗോ മറ്റു കാര്യങ്ങളോ 2A വന്നിട്ടില്ല. അപ്പോൾ 3Aയിലും ഉറപ്പായിട്ടും വരത്തില്ലെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു ഇതുണ്ടല്ലോ. എൻ്റെ ഒരു ഇതിൽ ഒരു നത്തിങ് എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് നത്തിങ് ഇസ് ദ ബെസ്റ്റ് ഫോൺ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സിൽ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. അത് ഒരു 2-3 വർഷമൊക്കെ നമുക്കൊരു വേറെ ഫോൺ എടുക്കാത്ത ലെവലിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു യൂണിക് ഫോൺ, ഒരു യൂണിക് എല്ലാ രീതിയിലും യൂണിക്കാണ് ഈ നത്തിങ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇത് പെയ്ഡ് പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ശരിക്കും എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇത് നത്തിങ് 2A ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഞാൻ iPhone 14 Pro Max ആണ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡിൽ ഇത്രയും എനിക്കൊരു ബെറ്റർ ഫീല് തന്നേക്കുന്ന ഒരു ഫോൺ വേറെ ഇല്ല, സീരിയസ്ലി. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.